ഇന്നലെ മുതൽ പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഫേസ്ബുക്കിലൊക്കെ കടന്ന് കറങ്ങുന്ന ഒരു പെർട്ടിക്കുലർ വീഡിയോ ആണ് ഉപ്പാനെ തല്ലുന്ന മകൻ. ഓക്കെ, എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, സ്വന്തം അപ്പനെ വരെ തല്ലുന്ന മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഓക്കെ, ഇത് എവിടെയാണ് നടന്നത്, ഇതിൻ്റെ ബാക്കിൽ എന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് അച്ഛനെ മകൻ തല്ലുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയത്, ശരിക്കും ഈ വീഡിയോയ്ക്ക് അകത്തുള്ള ഉപ്പിയും മകനും ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി ആണ് ഞാനിവിടെ തരുന്നത്. ഞാൻ നോക്കുമ്പോൾ ചില ഇൻസ്റ്റാഗ്രാം പേജിൽ ഇത് മില്യൺ പോയിട്ടുണ്ട്. ഇത് മില്യൺ പോയ സന്തോഷത്തിൽ ആ പേജിൻ്റെ ആൾക്കാരതെടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നോട്ട് എൻ ഇഷ്യൂ, ബിക്കോസ് കാര്യം ചിലപ്പോൾ അറിയാതെ ഇടുന്നതായിരിക്കാം. പക്ഷേ ഇത് കാരണം ആ ഫ്രെയിമിനകത്തുള്ള പയ്യന്മാർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് യു ഹാവ് സീൻ ദിസ് വീഡിയോ. ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയേണ്ടത്. വിത്ത് ദെയർ പെർമിഷൻ ഞാൻ അവരോട് ഓൾറെഡി പറയുന്നുണ്ട്, ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് എനിക്കിത് പറയാൻ പറ്റൂ, അല്ലാതെ ഇത് ബ്ലറാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിന് വോയിസ് മാറ്റിയിട്ടോ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം ഇല്ലെങ്കിൽ ആളുകൾക്ക് കാര്യം മനസ്സിലാവില്ല. ഒരു കാര്യ കാത്യങ്ങൾ മേത്തു കന്നാണ് ഷാമിലേക്ക് വാരുന്നാളാ ഒരു കാര്യങ്ങൾ മേത്തു. ഓക്കെ, ഇതാണ് പെർട്ടിക്കുലർ വീഡിയോ. ഇതിൽ പറയുന്നുണ്ട് വാപ്പാൻ്റെ പ്രായമുണ്ട്, മനസ്സിലായി, വാപ്പാൻ്റെ പ്രായം അതാണ് പറയുന്നത്. അതായത് ഇതാ പയ്യൻ്റെ ഉപ്പയാണ്, മനസ്സിലായോ, അല്ലെങ്കിൽ ആ പയ്യൻ്റെ വാപ്പയാണ്. ഇതല്ല, ഇതൊരു നാട്ടിലൊരു സ്ഥലത്ത് ഒരു കൂട്ടം ചെക്കന്മാർ, അവർ പറയുന്നത്, ചെക്കന്മാരെ വേർഷൻ ഞാനിവിടെ വോയിസ് വെക്കാം. അവർ പറയുന്നത് ഏതോ അവരുടെ കൂട്ടത്തിലുള്ളൊരു പയ്യൻ ഒരു വണ്ടി പുതിയത് എടുത്തു, ആ വണ്ടിക്ക് റീൽസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അവരെ നാടുമല്ലത്, ഈ പയ്യന്മാരെ നാടുമല്ലത്, പയ്യന്മാരെ കൂട്ടത്തിലുള്ള ഒരു പയ്യൻ്റെ നാട്ടിലേക്കാണ് ഇവർ പോയിട്ടുള്ളത്. അല്ല എല്ലാവരുടെയും നാട് ഈ ഒരു പർട്ടിക്കുലർ സ്ഥലമല്ല. ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് തിരൂര് തലക്കടത്തൂർ പാടത്തിനടുത്താണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വൈലത്തൂരും പൊന്നമ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഉള്ള നിയർ ബൈ സ്ഥലങ്ങളിലുള്ള മലപ്പുറം ജില്ലയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇവിടെ നിന്നുള്ള പയ്യന്മാരാണ് ഈ ഒരു തലക്കടത്തൂർ ഈ പാടത്തിനടുത്ത് ഈ റീൽ ഷൂട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിലേക്ക് പോയിട്ടുള്ളത്. ആക്ച്വലി നാട്ടുകാർ നോക്കുന്ന സമയത്ത്, ഓക്കെ, ഈ വ്യക്തി അവിടുത്തെ നാട്ടുകാരനാണ്, ഈ വെള്ളയിട്ട കാക്ക. അപ്പം ഈ നാട്ടുകാർ നോക്കുന്ന സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്, ഓക്കെ, ഈ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ തലേ ദിവസവും വെള്ളം അടിച്ച് അലമ്പാക്കി കുറേ പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. പല ആളുകളും അവിടെ വന്ന് വെള്ളം അടിച്ച് അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് വളരെ അലമ്പാക്കുന്നൊരു സിറ്റുവേഷൻ ആ നാട്ടിലുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത്, ഈ ചെക്കന്മാർ പോയ സ്ഥലത്ത്. അപ്പം ആ സ്ഥലത്ത് വീണ്ടും ഒരു കൂട്ടം കുട്ടികളെ കണ്ട സമയത്ത് നാട്ടുകാരനായ ഈ ഒരു വ്യക്തി ചോദ്യം ചെയ്യാൻ വേണ്ടി പോയതാണ്. ഫൈൻ. ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴത്തെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ നോർമലി ഒരാൾക്ക് ഈ ജെൻസി പിള്ളേരുടെ കുറേ ഇഷ്യൂസ് നമ്മൾ കണ്ടു. ഓക്കെ, ജെൻസി പിള്ളേരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്രൈമുകൾ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും ന്യൂസിലും വരുന്ന സമയത്ത് നാട്ടുകാരായിട്ടുള്ള മുതിർന്ന വ്യക്തികൾ ഒരു കൂട്ടം കുട്ടികളിരിക്കുന്ന കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സ്ഥലം അത്ര മോശമായൊരു സ്ഥലമാണ് എന്നുള്ളത് ഓൾറെഡി അവിടെ പലരും വന്നു പോയി ഇങ്ങനെ അലമ്പുള്ളൊരു സ്ഥലമാണെന്ന് അറിയുമ്പോൾ കുട്ടികളാണ് ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ അവർ പോയി ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ടൊക്കെയാണെങ്കിൽ ഞാൻ പറയും കുറച്ചു കാലം മുമ്പ് വരെ നിങ്ങൾ എന്തിനാണ് നോക്കണേ, കുട്ടികളെ കാര്യം എന്തിനാ നോക്കണേ, അതിൻ്റെ ആവശ്യമുണ്ടോ? നോ. കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് വളരെ മോശമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല ആളുകളും പല വസ്തുക്കളും ഉണ്ട്. അപ്പോൾ ഒരു നാട്ടിൽ ആ നാട്ടിൽ കണ്ട് പരിചയമില്ലാത്ത മുഖങ്ങളെ കാണുമ്പോൾ നാട്ടിലുള്ള ആളുകൾ തന്നെ വളരെ മാന്യമായിട്ട് പോയി ചോദിക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ചോദിക്കണം, പക്ഷെ ഇതിന് വളരെ മാന്യമായിട്ട് ചോദിക്കണം. ചെറിയ കുട്ടികൾ വലിയ ആളുകൾ എന്നില്ല, വളരെ മാന്യമായിട്ട് പോയി ചോദിക്കണം. പക്ഷെ ഈ കാക്ക പോയി ഈ കുട്ടികളോട് സംസാരിച്ച സമയത്ത് വളരെ റൂഡായിട്ടോ അറഗൻ്റായിട്ടാണ് ഈ കുട്ടികളോട് ചോദിച്ചത്. കൂട്ടത്തിലുള്ളൊരു പയ്യനെ പിടിച്ച് ഉന്തിയ സമയത്ത് വീണ്ടും അത് ആ മൊമെൻറ്റ് ഹീറ്റായ സമയത്ത് വീണ്ടും ഇവർ ഈ കാക്ക ഇങ്ങനെ മേത്തേക്ക് എടുക്കാൻ തുടങ്ങിയപ്പോൾ മൊബൈലിൽ വീഡിയോ എടുക്കാൻ തുടങ്ങി എന്നൊക്കെയാണ് പിള്ളേരുടെ വേർഷൻ. ഓക്കെ, ഞാനിവിടെ രണ്ട് കൂട്ടരുടെ വേർഷനും വെക്കുന്നുണ്ട്. ഇതിൽ ഈ അടി ഉണ്ടാക്കിയാൻ അവിടെ വാളും കത്തിയൊക്കെ എടുത്തിട്ട് ആൾക്കാർ വന്നതിനൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിള്ളേരത്തെല്ലാം കത്തിയും കൊണ്ടൊന്നുമല്ല വരെ,
മനസ്സിലായ? അതിന് ഇനിയിപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയെന്നുണ്ടെങ്കിൽ പോലീസുകാരെയാണ് ഇൻഫോം ചെയ്യേണ്ടത്, അല്ല നാട്ടുകാർ കൊടുവാളും കത്തി എടുത്തിട്ടല്ല വരേണ്ടത്. അതൊന്നും ഒരിക്കലും നാട്ടുകാർ ആരാണെങ്കിലും ന്യായീകരിച്ചിട്ടൊരു കാര്യവുമില്ല. എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ വേറെയും ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണില്ല, അത് ഞാൻ ഇവിടെ വയ്ക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ ഉണ്ടായിരുന്നൊരു പയ്യൻ ഈ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് പറയുന്ന വോയിസ് ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ബാബിലെ ഞാൻ ഷാമിലാണ്. സംഭവം എന്താ വെച്ചാൽ അന്ന് അവിടെ ഉണ്ടായത് എന്താണെന്നുള്ളത് കറക്റ്റ് ആ ചങ്ങായിക്കും അറിയാം, അതേമാതിരി ഞങ്ങൾ 6 ആൾക്കും അറിയാം. അതേമാതിരി അവിടെ 6 ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. ഓരൊക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഞങ്ങളവിടെ ഇരിക്കാൻ പോയി. ഫയാസിൻ്റെ നാടാണ്. പിന്നെ എൻ്റെ വണ്ടീൻ്റെ വീഡിയോ എടുക്കാണ്ടായിരുന്നു. വണ്ടി ഇറക്കി 2 ദിവസമായിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായി വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി. അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു ചങ്ങായി പെട്ടെന്ന് കയറി വന്നുകൊണ്ട് മൂപ്പര് പറഞ്ഞു നിങ്ങളെന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല, ഞങ്ങൾ വണ്ടീൻ്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു. അവിടെ വേറെ ആൾക്കാരുണ്ട്, ഓരോടൊന്നും ചോദിക്കണില്ല, നേരെ ഞങ്ങളടുത്ത് വന്ന്. അങ്ങനെ മൂപ്പര് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പാടില്ല, മഹലിൻ്റെ തീരുമാനമാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ, ഫയാസിൻ്റെ നാടാണ്, അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു. ആ ഓക്കെ എന്നാൽ അങ്ങനെ നിങ്ങളെപ്പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളുടിക്കാൻ വരുന്നത്. അങ്ങനെയാണ് അന്ന് അതിൻ്റെ തലേന്ന് രാത്രി അവിടെ നിന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചിക്കണാല അങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ട് മൂപ്പര് പറഞ്ഞ് അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ. എന്നിട്ട് മൂപ്പരെന്താ പരിപാടി, അതിലിൻ്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട്. ഓൻ പറഞ്ഞു കാക്ക ഞങ്ങൾ ഇവിടുന്ന് ഇരുന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും കണ്ടിക്കണം, ഞങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും കിട്ടും, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചു. അതിൽ മൂപ്പരെന്ത് ചെയ്ത് നിങ്ങളോടല്ല ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞ് അങ്ങനെ വന്നിട്ട് മൂപ്പര് നേരെ പോയി റിഷാൻ ഒരൊറ്റ ഉന്ത്. ആ ഉന്തലിൽ ഞങ്ങൾ 5 ആൾക്കാർ താഴത്ത് നിൽക്കുകയാണ്. ഒരു പാലത്തിൻ്റെ മേലെ നിന്നാണ് ആ ഉന്തുന്നത്. ഞങ്ങൾ നേരെ മേലെ കയറിയാണ്ട് മൂപ്പരോട് ചോദിച്ചു കാക്ക ഞങ്ങൾ ഉന്താനും തല്ലാനൊന്നും നിൽക്കണ്ട, കാര്യം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നാണ് പോകില്ല പറഞ്ഞു. അതിലുണ്ട് മൂപ്പര് നേരെ വന്നാണ്ട് ഇന്നൊരൊറ്റ ഉണ്ട് ആ തടിയും വെച്ചുകാണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അതിലാണ് ഞാനും മൂപ്പരും കൂടെ വർത്താനാണ്. ആ വീഡിയോ ആണ് മൊത്തം പുറത്ത് പോയിക്കണത്. ആ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നു ലാലുവിനോട്, ലാലുജി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. അതിൽ ഈ ചങ്ങായി എന്താ കാട്ടിക്കണത്, ലാലുവിനെ പോയിട്ട് ഒരൊറ്റ ഉണ്ട് വീഡിയോ എടുത്തതിന് വേണ്ടിയിട്ടാണ് ആ ഉന്തുന്നത്. അതിൽ ഞാൻ അടിച്ച്, കാരണം എൻ്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല ഇതായിക്കണത്. അതിനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിച്ച് ആകെ പ്രശ്നമായി. മൂപ്പരെന്ത് ചെയ്ത് അപ്പം തന്നെ ആ സ്പോട്ടിൽ വേറെ ചങ്ങായിക്ക് വിളിച്ചു കണ്ട് പറഞ്ഞു ഇജ്ജ് ആ സാധനം എടുത്ത് കണ്ട് പോരെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ, ആരാ വരാനുള്ള പോലീസാ ആരാച്ചാ വിളിച്ചു വരുത്തിക്കോളി, ഒരു കുഴപ്പമില്ല, നാട്ടുകാരാ എല്ലാവരും വന്നോട്ടെ, വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചങ്ങായി വന്ന് വിളിച്ച ചങ്ങായിൻ്റെ കയ്യിൽ 2 വലിയ വടി ഉണ്ടായിരുന്നു. മൂപ്പരെ ബാക്കിൽ ടീഷർട്ടിൻ്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു, അത് ആരും കണ്ടിട്ടില്ല. അടി തുടങ്ങി. മൂപ്പര് ചോദിക്കാനൊന്നും പറയണില്ല, നേരെ വന്നുകാണ്ട് മൂപ്പര് ആരാടെ അടിച്ചെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു കാക്ക നിങ്ങൾ കാര്യം കേൾക്കി. അതിനൊന്നും നേരില്ല, മൂപ്പര് കാര്യം കേൾക്കാതെ നേരെ വന്നുകൊണ്ട് ഒരൊറ്റടി ആ വടിയേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചെക്കന്മാരെ അടിച്ച്. ഞങ്ങൾ കുറേ തടയാനും ഇതാക്കാനും നോക്കി, ഒന്നിനും സമ്മതിക്കല്ല. പിന്നെ പുറത്തുനിന്ന് ചെക്കന്മാർ ആ നാട്ടിലുള്ള തന്നെ വേറെ ഓരോന്നും കാര്യം എന്താണെന്ന് കേൾക്കണില്ല. അതാണ് ഇത് കാര്യം എന്താണെന്നുള്ളത് ഒരു കേൾക്കാൻ നിൽക്കണില്ല. ഈ ചെങ്ങായിണ്ട് വിളിച്ച് പറയണത് ഒരു പേരിന് അടിക്കണ്, അതന്നെ സംഭവം. ഓക്കെ, ഇതാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഇപ്പോൾ മറ്റേ വാപ്പായനെ ഇതാക്കരുത് എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ച പയ്യൻ. അവനാണ് ഇപ്പോൾ ഈ ഒരു വോയിസ് ഇട്ടുള്ളത്. ഇതിന്ന് ഇവരുടെ വേർഷനിൽ ഇവർ പറയുന്നത് ഇവർ ഒരു തരത്തിലുള്ള രീതിയിലുള്ള ഈ പറഞ്ഞ ലഹരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നതല്ല എന്നുള്ളതാണ് ഇവർ ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ അടിയും പിടിയും കച്ചറയും ഉണ്ടാകുമ്പോൾ നാട്ടുകാർ എന്താണെങ്കിലും ഇവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് ലഹരിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഹരി ഇവരെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ പോലീസിനെ വിളിക്കില്ല എന്നുള്ളൊരു ചോദ്യം കൂടിയും പയ്യന്മാർ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവർ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഈ മഹലിൻ്റെ ഒരു സീന്, ഓക്കെ, മഹൽ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യമാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ മഹലുകളും അങ്ങനെയൊക്കെ തന്നെ വേണം. മഹലുകളാണെങ്കിലും അല്ലെങ്കിൽ അമ്പലമാണെന്നുണ്ടെങ്കിലും ഒരു കൂട്ടായ്മ, ഒരു നാട്ടിലെ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള ഒരു കൂട്ടായ്മ, ഒരു നാട്ടിലൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് പുറത്ത് ആ നാട്ടിലെ അല്ലാത്ത അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ, ഇനിയിപ്പോൾ നാട്ടിലുള്ള ആളുകൾ തന്നെ വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടിയിട്ട് ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതവർ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഓക്കെ, പക്ഷെ അവിടെ ഞാൻ പറയുന്നത് മാന്യത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും വളരെ മാന്യമായിട്ട് ഇടപെട്ട്, കുട്ടികളോടാണെങ്കിൽ പോലും ഒരു പരിധി വിടുമ്പോൾ പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് ഷൗട്ട് ചെയ്യേണ്ടി വരും.
അല്ലാത്ത സിറ്റുവേഷനിൽ അവരോട് വളരെ മാന്യമായി സംസാരിച്ച് നിങ്ങൾ എവിടെ നിന്നാണ് മക്കളെ, എന്താണ് നിങ്ങൾ ആവശ്യം, നിങ്ങൾ ഏത് നാട്, നിങ്ങൾ എന്തിനു ഈ നാട്ടിൽ വന്നേ, കൂട്ടത്തിൽ ഒരാളെ നാടാണെന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിലുള്ള പയ്യൻ ആ നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ അവനോട് ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക. ഇതെന്താ പറയുക, എനിക്ക് തോന്നുന്നു ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ അവിടെ വന്നു. മറ്റേ ചില ആളുകൾക്ക് ഉണ്ടാവില്ല, പോകുന്ന ആളുകൾക്ക്, ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഞാൻ കുറച്ച് വയസ്സായ ആളാണ്, പയ്യന്മാർ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം, ഇങ്ങനെ പോയിട്ട് അവിടെ എന്തെങ്കിലും ചോദിച്ചു കാണും. ചെക്കന്മാർ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ തിരിച്ചെന്തെങ്കിലും പറഞ്ഞു കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ കണ്ടതാണ് വീഡിയോക്കകത്ത്. ഇത് വാട്സാപ്പിൽ സ്പ്രെഡായി, മെസ്സേജ് സ്പ്രെഡായതിനൊരു പാറ്റേൺ ഉണ്ട് കേട്ടോ. ഈ ഒരു മെസ്സേജ് എല്ലാ മാതാപിതാക്കളും അറിയേണ്ടതും കാണേണ്ടതുമായ വീഡിയോ ആണ്. തലക്കടത്തൂർ പുഴയുടെ അടുത്ത് തോട്ടരികിൽ കുറച്ച് ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരാൾ അവരോട് നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്നാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. പ്രായത്തെ പോലും മാനിക്കാതെ അനാവശ്യ വാക്കുകൾ ഉച്ചരിച്ച് ഒരാളെ മർദ്ദിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇതേ വീഡിയോ മറ്റൊരു വിഭാഗം വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കുന്നത്. ഓരോ മാതാപിതാക്കളും തൻ്റെ മക്കൾ എവിടെ പോകുന്നു എന്ന്, എന്ത് ചെയ്യുന്നു എന്ന് എല്ലാ രക്ഷിതാക്കളും അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ കാലഘട്ടം വളരെ മോശമായ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചില വിഭാഗം ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കണം. ഇത്തരം ലഹരി മാഫിയകളിൽ നിന്നും നമ്മുടെ മക്കളെ എല്ലാം മാറ്റി നിർത്തുന്നതിൽ വേണ്ടി എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കണം. ഇങ്ങനെ വാട്സാപ്പിൽ ഈ കുട്ടികളുടെയും ഇയാളുടെയും വീഡിയോ വെച്ചിട്ട് അതിനടിയിൽ ഇത്രത്തോളം മാതാപിതാവ് ലഹരി കൂട്ടം കൂടൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ വാട്സാപ്പിൽ സ്പ്രെഡ് ചെയ്ത്. ഓബിയസ്ലി അതിനകത്ത് കാണുന്നത് ചെക്കന്മാർ ഈ പറഞ്ഞ കുറച്ച് വയസ്സായിട്ടുള്ളൊരു ആളെ നേരെ കൈ ചൂണ്ടുന്നു, ഉന്തുന്നു, അയാൾ ഇവരടിക്കാൻ ചെല്ലുന്നു. അത് കാണുമ്പോൾ തന്നെ എന്താണ് ഇങ്ങനെ പയ്യന്മാരെ മേത്തിക്ക് ഇവന്മാർ ലഹരി, ഇവന്മാർ മറ്റേ ഈ ആംഗിൾ പോവാതിരിക്കില്ലല്ലോ. ഈ ആംഗിൾ കരുതിക്കൂട്ടി ഈ നാട്ടിൽ ആളുകൾ ചെയ്തതാണ് എന്നുകൂടി ഈ പയ്യന്മാർ പറയുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ്, ഞങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. ഈ ലഹരി ഉപയോഗിക്കാൻ പോയതാണെന്നുണ്ടെങ്കിൽ അവിടെ അത്ര ആൾക്കാർ കൂടി ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ട. ഇതൊന്നും എന്താ ആൾക്കാർ നോക്കാത്ത, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്ര ആൾക്കാരെ മുന്നിൽ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചിരുന്നത്. അവരാണ് ലാസ്റ്റ് ഞങ്ങളെ കൈക്കൽ ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ വന്നതാണെന്നുള്ളത് മനസ്സിലായിട്ട് ലാസ്റ്റ് ഓരാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, പൊയ്ക്കോളി, ഇനി ഇവിടെ കണ്ടുപോരുതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞയച്ചത് ഓരാണ്. ആ ഓർക്ക് കേസാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇന്ന് ലഹരിൻ്റെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞുണ്ടാക്കിക്കണം എന്താണ്, എൻ്റെ വാപ്പയാണത്, അതിൽ ഞാൻ പറയുന്നത് കണ്ടിട്ട് എൻ്റെ വാപ്പയാണത്, വാപ്പാരോട് അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്ന്. ഈ വീഡിയോ ഇടുന്നവരൊന്നും എന്താ സംഭവം പോലും അറിയില്ല, എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ അയച്ചു വിടാൻ എല്ലാവർക്കും. ബാബില ഇതൊക്കെ ഇങ്ങനെ ആവാനുള്ളൊരൊറ്റ കാരണം എന്തായിരുന്നെന്ന് അറിയോ? ആ വീഡിയോ പോയി. ആ വീഡിയോ എത്ര സെക്കൻഡ് വീഡിയോ അല്ലേ, ആ വീഡിയോ പോയിട്ട് ആ വീഡിയോ പോയത്തോടക്കാൻ തന്നെ തലക്കടത്തൂർ അങ്ങാടിയിൽ ഏകദേശം ഇതായി. ചെക്കന്മാരുടെ ഇടയിലൊക്കെ വർത്താനായി, എന്ത് ചെങ്ങായിക്ക് അടി കുടുങ്ങി, ചെറിയ ചെക്കന്മാരുടെ അടി കുടുങ്ങി എന്നുള്ളതായി. മൂപ്പര് എന്നിട്ട് എന്താ കാട്ടിക്കണെന്ന് വെച്ചാൽ, മൂപ്പര് ചെയ്താണ് ആര് ചെയ്തെന്ന് അറിയില്ല. തലക്കടത്തൂർ മഹലിന്റെ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ എന്ത് ചെയ്ത് ആ വീഡിയോ ഇട്ടുങ്ങാണ്ട് അതിൻ്റെ അടിയിൽ വലിയൊരു കുറിപ്പുണ്ടാക്കി. ഒരു ബന്ധമില്ലാത്ത കുറിപ്പ്, അതാണ് ഒരു ബന്ധമില്ലാത്ത കുറിപ്പ് എഴുതിണ്ടാക്കിങ്ങാണ്ട് ആ സാധനം അങ്ങോട്ട് ഷെയർ ചെയ്ത്. അതാണ് എന്ത് എല്ലായിടത്തും പോയത്, എന്ത് ഷെയർ ചെയ്ത് കണ്ട്. ആ ചെങ്ങായിനെ കിട്ടണം. ആ ചെങ്ങായിനെ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പർക്കെതിരെ കേസ് കൊടുക്കണം. ബാബില പിന്നെ ഈ ചെങ്ങായി ഉണ്ടല്ലോ, എന്ത് ഈ വീഡിയോയിലുള്ള പ്രായമുള്ള ചെങ്ങായി, മൂപ്പര് അവിടുത്തെ വലിയ ഇതിന്റെ അത് ഈമാനിന്റെ അത് അങ്ങനെ ഇങ്ങനൊന്നൊന്നല്ല, സ്വന്തം കുടുംബക്കാരനെ വെട്ടിയിട്ടാ എന്തോ ജയിലിൽ പോയ ആളാണ് ബോസ്. ഓക്കെ, ഇതാണ് ചെക്കന്മാരുടെ വേർഷൻ. ഈ ചെക്കന്മാർ പറഞ്ഞ കാര്യത്തിൽ ഈ നാട്ടുകാർ ശരിക്കും ഇത് ഇൻവോൾവ് ചെയ്ത സമയത്ത് ഇവർ കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യം, നാട്ടുകാർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ആളുകളെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അവർ മെക്കെട്ട് കയറാതെ നേരെ പോലീസിനെ വിളിച്ചിട്ട് കൊടുക്കാം. അതിപ്പോൾ അവർ കുട്ടികളോ വലിയവരൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല, അത് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഒന്നും ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാത്ത ഒരാളുകൾ മേ ബി ഒരു പക്ഷേ അവിടെ ശരിക്കും ഇനിയിപ്പോൾ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ നാട്ടിൽ റീൽസ് എടുക്കാൻ വേണ്ടി വന്നിരുന്നത് തന്നെയാണെന്ന് വിചാരിച്ചോ. ഇപ്പോഴത്തെ അവരുടെ ആംഗിൾ ഏത് രീതിക്ക് പോകുന്നു, ആരെങ്കിലുമൊക്കെ കരുതി കൂട്ടിയിട്ട് ഒരു കുറിപ്പ്, നേരത്തെ ഞാൻ വായിച്ച പോലത്തെ ഒരു കുറിപ്പൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ പയ്യന്മാരുടെ
ലൈഫിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലാവില്ലേ? നമ്പർ 1. നമ്പർ 2, ഇത് ചോദ്യം ചെയ്യാൻ ചെന്ന ആ വ്യക്തി ഞാൻ പറയുമ്പോൾ അയാൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ചോദിക്കണം, നാട്ടിൽ അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ഇടപെടണം. മഹലുകാരാണെന്നുണ്ടെങ്കിലും പള്ളിക്കാരാണെങ്കിലും അമ്പലക്കാരാണെന്നുണ്ടെങ്കിലും ഇനി പാർട്ടിക്കാരാണെന്നുണ്ടെങ്കിലും ഇടപെടണം. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നേ വേണം. കാരണം ചിലരിലൊക്കെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മോശമാണ്. പക്ഷെ അതിനൊരു മാന്യമായ ഇടപെടലും കൂടി വേണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനിവിടെ നിയമം, പോലീസ് കാര്യങ്ങൾ ഇല്ലെങ്കിൽ വളരെ കാര്യത്തോട് കൂടിയിട്ട് നാട്ടുകാർക്ക് ഇടപെടാലോ. ഇതിനെ കത്തിയും വാളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കത്തിയും വടിയൊക്കെ എടുത്ത് തല്ലുക, വെട്ട്, ഇതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്തതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. പക്ഷെ അവർ ചെയ്ത പ്രവൃത്തി, അവരുടെ ഇൻറ്റൻഷൻ വാസ് ഗുഡ്. പക്ഷെ അവർ ഉപയോഗിച്ച രീതി, അതിനുപയോഗിച്ച വടി, കത്തി, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഇൻസിഡൻറ്റ് മൊത്തം കണ്ട ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ബാക്കിലൊരു വെള്ള വീടുണ്ട് ആ വീഡിയോയിൽ. സോറി, അപ്പോൾ ആ വീട്ടിലുള്ളൊരു വ്യക്തി എനിക്ക് രാവിലെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കൂടി ഞാൻ അവിടെ പ്ലേ ചെയ്യും. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടെ പൊതുവേ ഇങ്ങനെ ഒരു ഇഷ്യൂസ് നടക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലീസിനെ വിളിച്ച് പോലീസൊക്കെ അവിടെ വന്ന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം പോലീസ് അവിടെ അങ്ങനെ അധികം ആൾക്കാരോട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ അതിൻ്റെ തലേന്നും ഇതേപോലെ തന്നെ കുട്ടികൾ വന്ന് വെള്ളമടിച്ച് ആകെ സീനുകളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മൂപ്പരെ വീട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. നമുക്ക് ആ വീഡിയോയിൽ കാണാം മൂപ്പരവിടെ കാറ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മൂപ്പര് വീട്ടിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് കാറെടുത്ത് പോകാൻ വേണ്ടിയിട്ട് മൂപ്പരങ്ങനെ പോകുന്ന സമയത്ത് മൂപ്പര് ചോദിച്ചതാണ്, നിങ്ങൾ ഇവിടെ ഉള്ളവരല്ലല്ലോ, എന്താണ് ഇവിടെ പരിപാടി എന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം അവിടെ എല്ലാവരും വരുന്ന ആൾക്കാർ ചുമ്മാ ഇരിക്കാൻ വേണ്ടി വരുന്നല്ല, ഇതിനായിട്ട് വരുന്ന. കാരണം ഞാനവിടെ വീട്ടിൻ്റെ മുമ്പിൽ അവിടെ വീടുള്ള ഒരാളല്ലേ, ഞാൻ അവരെക്കാളും ഒരു 2-3 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ ഇത് പൊതുവെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ മൂപ്പര് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിനാണ് ആ കറണ്ട് ആവശ്യം, എൻ്റെ പണിക്ക് പോകുന്നത്. കാരണം ഇവരൊക്കെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ ചെറിയ പ്രായമാണ്. ആ പ്രായത്തെ പരിഗണിച്ചിട്ടെങ്കിലും ഒന്ന് ഇതാവണ്ടേ. അപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മൂപ്പരെ പിടിച്ചിട്ട് ഇവരെ കുയ്യിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്നിട്ട് മൂപ്പരെ കല്ലെടുത്ത് മൂപ്പരെ തലയിൽ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, കല്ലെടുത്ത് അവരെ മൂപ്പരെ തലയിലേക്ക് ഇടാൻ നിൽക്കാം. അപ്പോൾ സ്വയംബോധത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ആരും ചെയ്യാൻ നിൽക്കില്ല. അവരാ വിഷയം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പതിയെ പോകാനേ നോക്കുള്ളൂ. അങ്ങനെ മൂപ്പരോട് പറഞ്ഞ് ഈ ആരാഴ്ച വിളിക്കടാ ഒക്കെ കയ്യിൽ കാണുന്നുണ്ടല്ലോ, ആരാഴ്ച വിളിക്കടാ നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെ അനിയനാണത് ആ വീഡിയോയിൽ കാണുന്നത്, നിങ്ങൾ റെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂപ്പരെ അനിയനെ വിളിക്കുന്നത്, അനിയന് വരുന്നത്. കാരണം സ്വാഭാവികമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാൾക്ക് മൂപ്പർക്ക് നല്ല കിട്ടിയിരിക്കുന്നു, നമ്മൾ കാണുന്നുണ്ട്, നല്ല അടി കിട്ടിയിരുന്നു. അടി കിട്ടിയ കുയിലേക്ക് തള്ളിയിട്ടതാണ്. അങ്ങനെ വന്നിട്ട് അവർ അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണോ കയ്യിൽ കിട്ടിയത് അതിട്ട് വന്നിട്ട് ആ കുട്ടികളെ അല്ലാതെ അവരെ ഇതാക്കുന്നതല്ല, വടിയേറ്റ് അടിച്ച് അവരവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം ഉണ്ട് കുട്ടികളെ ഭാഗത്തുനിന്നുണ്ടെങ്കിലൊക്കെ നമ്മളാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ നോക്കും. കാരണം നമ്മളൊക്കെ ആ ഒരു ഏജിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി. ആൾക്കാരോട് കുറച്ച് പ്രായത്തിൽ മൂത്ത ആൾക്കാരോട് എങ്ങനെ പെരുമാറാന്നുള്ള ഒരു ഇതെങ്കിലും വേണ്ടേ ഒരു പിള്ളേരാകുമ്പോൾ. അപ്പോൾ അതുമാത്രമല്ല, ഉദ്ദേശം മോശം തന്നെയാണ്. കാരണം പിള്ളേർ അവിടെ വന്നിട്ട് ഈ കഞ്ചാവ് അടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും നല്ല ബോധത്തിലല്ല, അത് നമുക്കറിയാം. കാരണം നമുക്ക് അറിയുന്ന അവിടുന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ പോയിട്ടുള്ള പൈനാടി എന്ന നാട്ടിലുള്ള പിള്ളേരാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. ചുമ്മാ പിള്ളേരുടെ ഭാഗത്തു നിന്നുള്ള എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേൾക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാ ഭാഗത്തുള്ളതും കേൾക്കണം. ഈ അടികിട്ടിയ ആൾക്കാരുടെ ഭാഗത്ത് നിങ്ങൾ കേൾക്കണം എന്ന് പറയില്ല. പൊതുവെ ആ നാട്ടിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടുള്ള ആരുടെങ്കിലും ജസ്റ്റ് ഒന്ന് തിരക്കുന്നത് നന്നായിരിക്കും. നമ്മളൊരു കാര്യം അറിയാത്ത ചുമ്മാ ഇടുന്നത് ശരിയല്ല. ഓക്കെ, ഇതാണ് ആ ഒരു വ്യക്തി, ആ ഒരു വീട് ബാക്കിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞ വ്യക്തി എനിക്ക് പേഴ്സണലി അയച്ച വോയിസാണ്. അപ്പോൾ ആ സ്ഥലം അത്ര വിഷയമാണ്. കാരണം പല നാട്ടിൽ നിന്നും ആളുകൾ വന്നിട്ട് അവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തു പോകാൻ ഇരിക്കുന്ന ഒരു സ്ഥലം, പോലീസ് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചൊരു സ്ഥലം, തലേ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥലം. സോ ഓബിയസ്ലി ആ കാക്ക വന്ന് ചോദിച്ചതിലും അല്ലെങ്കിൽ ആ കാക്ക വന്ന് പ്രൊവോക്ഡ് ആയതിലും എനിക്ക് ആ കാക്കാനെ തെറ്റ് പറയാൻ പറ്റില്ല. 100% എനിക്ക് അയാളെ തെറ്റ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചോദിച്ച രീതി കുട്ടികൾക്ക് പറ്റിക്കാനുള്ള, മനസ്സിലായോ? കുട്ടികൾ ഈ പറഞ്ഞ പോലെ പഴയ പോലെയല്ല. അപ്പം എൻ്റെയോ നിങ്ങളുടെയോ പ്രായത്തിൽ നമ്മളുള്ള പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേർ. ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീനിലേക്കാണ് കുട്ടികളുടെ ഒരു പോക്ക്.
പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ അവിടെ വലിയ നമ്മളെ പ്രായത്തിൽ മൂത്ത ആളുകൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പേടി വരും സ്വാഭാവികമായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും മിണ്ടാണ്ട് ഇറങ്ങിപ്പോവും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. അവർ തിരിച്ചെന്ത് ചെയ്യും, അതെന്താ ഏതാന്നൊക്കെ ഉള്ളത് ചോദിക്കും. അപ്പോൾ കാക്ക വന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അടി കിട്ടിയവരും അടി കൊണ്ടവരും ഇൻസിഡൻ്റ് ഇല്ലാത്തതുമായിട്ടുള്ള പുറത്തത്തെ ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണെങ്കിലും ഇതിൽ ഈ കുട്ടികളുടെ മേത്തേക്ക് ഒരു തെളിവും ഇല്ലാതെ ഒരു രീതിയിലും എന്താ പറയുക അവരെ കയ്യിൽ നിന്നൊന്നും കിട്ടാതെ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആരൊക്കെയോ വന്ന് ലഹരി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി വന്നു എന്നുള്ള ആംഗിളിൽ ഈ കാര്യങ്ങൾ തിരിച്ച് വിട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ചെറ്റത്തരമാണ് കാണിക്കുന്നത്. കാരണം ആ കുട്ടികൾക്ക് ലൈഫുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ തന്നെ ആ കുട്ടികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടിയിരുന്നു. പോലീസുകാർ ബ്ലഡ് ടെസ്റ്റും സാമ്പിളും കാര്യങ്ങളും കൊടുത്തിട്ട് ആ കുട്ടികൾ ലഹരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് പറയാം. അല്ലാതെ ആ കുട്ടികളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ള ലഹരി ആരോപണം ആർക്കെതിരെയും നടത്താൻ പാടില്ല. പ്രത്യേകിച്ച് ആ കുട്ടികളിപ്പോൾ ഒരുമാതിരി സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിൽ ആ ചെക്കൻ ഉപ്പാനത്തെറി വിളിച്ച ചെക്കനായി. ആ കുട്ടികൾ മൊത്തം ലഹരിക്ക് അടിമയുള്ള ചെക്കന്മാരാന്നുള്ള രീതിയിൽ മാറി. സോ അതൊരു വേറൊരു ആംഗിളാണ്. അത് ആര് പ്രചരിപ്പിച്ചാലും അത് നോക്കുക നിങ്ങൾ. പിന്നെ പയ്യന്മാരോടൊക്കെ പറയാനുള്ളത്, സ്വന്തം നാട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സേഫാണ്. സ്വന്തം നാട്ടിൽ നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം. സ്വന്തം നാട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. നമ്മളെ സ്വന്തം നാട് വിട്ട് നമ്മൾ വേറൊരു നാട്ടിൽ പോയിട്ട് ഇതേപോലെ എന്തെങ്കിലും സ്ഥലത്ത് നമ്മൾ കൂടുന്ന സമയത്ത് മാക്സിമം അവിടുത്തെ നാട്ടുകാർ ആ സ്ഥലം മോശമാണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കരുത് അല്ലെങ്കിൽ നിൽക്കരുത് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഓക്കെ, അതൊരു കാര്യമാണ്. നിങ്ങൾ ഇപ്പോൾ പണ്ടത്തെ സിറ്റുവേഷനല്ല, ഭയങ്കരമായിട്ട് ക്രൈമും കാര്യങ്ങളും കൂടി വരുന്നത്. സോ എല്ലാ നാട്ടിലും എല്ലാവർക്കും പേടി കാണും. സ്വന്തം ഒരു മതിലിന് അപ്പുറത്തുള്ള സ്വന്തം വീട്ടിനകത്തുള്ളതെന്ന് തന്നെ ഏത് രീതിയിലാണെന്ന് അറിയാത്തൊരു കാലഘട്ടത്തിൽ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ അവർ പ്രോഗ്രാമായിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ നാടല്ലേ, നമ്മളിങ്ങോട്ട് പോരുക. നമ്മളതിൽ കൂടുതൽ സീനുകൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ പേഴ്സണലി ശ്രദ്ധിക്കുക. പിന്നെ നാട്ടുകാർ, ഓക്കെ, നാട്ടുകാർ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ, ഒരു മുഖം, അത് പരിചയമല്ലാത്ത ആളുകളും അല്ലെങ്കിൽ മുഖങ്ങളും ആണെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം, നിർബന്ധമായിട്ടും ചോദ്യം ചെയ്യണം. പക്ഷേ ആ ചോദ്യം ചെയ്യുന്നതിനൊക്കെ രീതിയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ തക്കതായിട്ട് ആ വ്യക്തികളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കണം. അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം. പോലീസ് എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവരെ പിടിച്ച് വെക്കാം, തടഞ്ഞു വെക്കാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ വാളെടുത്ത് വെട്ടാൻ പോവുക, ആ വടിയെടുത്ത് ചുവട്ടി അടിക്കുക, ഇതിനിടയിലൊക്കെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നാളെ നിങ്ങൾ ഉത്തരം പറയേണ്ടത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നാട്ടുകാരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നാട്ടുകാർ വിജിലൻ്റ് ആവുന്നത് നല്ലതാണ്. പക്ഷേ വിജിലൻ്റ് ആയിട്ട് കൂടിയിട്ട് അത് ആൾക്കാരെ വെട്ടുക അതല്ല എന്നുള്ള രീതിക്ക് മാറരുത്. പിന്നെ കുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് അവർ എന്തും വിളിച്ച് പറയാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി നാട്ടുകാർ മാറ്റി വയ്ക്കുക. കുട്ടികളോടാണെന്നുണ്ടെങ്കിലും മാന്യമായിട്ട് സംസാരിക്കുക, അതേ മാന്യത അവർ തിരിച്ചും തരും. ഫൈൻ. സോ ഇതൊരു ഞാൻ പറഞ്ഞൊരു തരം ക്ലാഷാണ്. സാധാരണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജെൻസിയും തന്തവൈബും തമ്മിൽ നടന്ന ഒരു ക്ലാഷാണ് ഇപ്പോൾ അവിടെ ഇത്രയും പ്രശ്നത്തിൽ പോയിട്ടുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇപ്പോൾ ഈ ജെൻസി കിഡ്സിനെ ചുറ്റിപ്പറ്റി കുറേ ക്രൈമും സാധനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ഈ ഒരു ജെൻസി കിഡ്സിൻ്റെ കുറച്ച് 2K കിഡ്സ് ആർ ഗുണ്ടാസ് എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെയായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റേ കമൻറ്റ് ബോക്സിലുള്ള. അപ്പോൾ ഇവന്മാർക്ക് ഭയങ്കര റോങ് ആംഗിളും ഒരു ഇമേജും കിട്ടുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ വരുമ്പോൾ ഒന്നും നോക്കാതെ ഇത് വൈറലാവും. പ്രത്യേകിച്ച് ഈ ഉപ്പാനത്തറ വിളിക്കുന്ന മകൻ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ ബാക്കിൽ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയൊക്കെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ എഴുതിയിടുമ്പോൾ ആ പയ്യൻ്റെ അവസ്ഥ, ആ പയ്യന്മാരുടെ അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. അതുപോലെ തന്നെ ആ കാക്കാൻ്റെ അല്ലെങ്കിൽ വെട്ടാൻ പോണതും അടിക്കാൻ പോണതും. അപ്പോൾ എന്താണെങ്കിലും നാട്ടിലുള്ള നാട്ടുകാരും ശ്രദ്ധിക്കുക, നാട് വിട്ടു പോണ ചെക്കന്മാരും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നാൽ തന്നെ നാട് നന്നാവും. അല്ലാതെ 2K കിഡ്സും 90s കിഡ്സും ഒക്കെ തമ്മിൽ അടി കൂടി വേറെ രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ പണി പാളും.